ഇസ്രായേൽ തലസ്ഥാനമായ തെല്ലവീവിൽ ഭീകര സ്ഫോടന പരമ്പര നടന്ന വിവരം പുറത്തു വന്നു. 3 ബസ്സുകളാണ് തീപിടിച്ച് പൊട്ടിത്തെറിച്ച് തകർന്നത്. ഇതിനോടനുബന്ധിച്ച് ട്രെയിനിന്റെയും ബസ്സിന്റെയും ഒക്കെ യാത്രയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചതായി ഇസ്രായേൽ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. ഇതിനെക്കുറിച്ച് സ്വതന്ത്രമായിരിക്കുന്ന അന്വേഷണം നടത്തണമെന്ന് അറബ് രാജ്യങ്ങൾ ആഹ്വാനം ചെയ്തു. അതിനവർ പറഞ്ഞ കാര്യം, പൊട്ടിത്തെറിച്ച ബസ്സുകൾ കാലിയായിരിക്കുന്ന ബസ്സാണ്. അതുകൊണ്ട് ഒരു ഭീകര സ്ഫോടന പരമ്പരയ്ക്കപ്പുറമായ രീതിയിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടി ഇസ്രായേൽ ചെയ്തതാണോ എന്ന് സംശയിക്കുന്ന തരത്തിലാണ് അവരുടെ ഭാഗത്തുനിന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇതിന്റെ ഒരു തുടർച്ച എന്ന രീതിയിൽ 4 ദിവസം മുമ്പ് ഹമാസിന്റെ ഭാഗത്തുനിന്ന് കൈമാറപ്പെട്ട 4 മൃതദേഹങ്ങൾ, അത് ഫലസ്തീനാണ് കൊലപ്പെടുത്തിയതെന്ന് ഇസ്രായേലും, എന്നാൽ ഇസ്രായേലിന്റെ സ്ഫോടനം കൊണ്ടാണ് അവർ മരിച്ചതെന്ന് ഫലസ്തീനും പറഞ്ഞതോടുകൂടി ഇസ്രായേലിന്റെ അകത്ത് വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയും വിഷയങ്ങളും ഉണ്ടായി. പൂർണ്ണമായിരിക്കുന്ന സൈനിക പിന്മാറ്റത്തോടുകൂടി ബന്ധുക്കളെ മോചിപ്പിക്കാനുള്ള പ്രവർത്തനത്തിൽ